Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി മുതിർന്ന ഭക്തന്മാരുടെ സാക്ഷാത്കാരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൽ ഒരു ഡിവോട്ടിയാണ് ഗൗരിദാസ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ ഡിവോട്ടി. അപ്പം അദ്ദേഹം വൃന്ദാവനത്തിലുണ്ടായിരുന്നു. പ്രഭുപാദിനെ അവസാന കാലത്തിൽ സെർവ് ചെയ്ത ഡിവോട്ടിയാണ്. അപ്പം പ്രഭുപാദ് അദ്ദേഹത്തിന്റെ മരണസമയം അടുത്ത സമയത്ത് ലാസ്റ്റ് സമയങ്ങളിൽ അദ്ദേഹം ഒന്നും കഴിച്ചിരുന്നില്ല. എന്നാലും ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് 2 ഡിവോട്ടീസ് ആയിരുന്നു ആ സമയത്ത് പ്രഭുപാദിനെ കുക്ക് ചെയ്തത്. ഒന്ന് ഉപേന്ദ്ര പ്രഭുവും ഭക്തിചാരു മഹാരാജും. അപ്പൊ അവർ രണ്ടുപേരും കുക്ക് ചെയ്യും, എലാബറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യും. പ്രഭുപാദ് ഒരു തരി പോലും കഴിക്കില്ല. പക്ഷെ ആ ഒരു ആത്മീയ ഗുരുവിനുള്ള സ്നേഹം കാരണം അവരെല്ലാ ദിവസവും കറക്റ്റായിട്ട് കുക്ക് ചെയ്യും. എല്ലാ ഫീസ്റ്റ് പോലെ തന്നെ കുക്ക് ചെയ്യും. അപ്പൊ ഇത് ഓരോ ദിവസവും ഈ പ്ലേറ്റ് പ്രഭുപാദിന്റെ അടുത്ത് എത്തുമ്പോഴത്തേന് പ്രഭുപാദ് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് എന്ന് കാണിക്കും. അപ്പം അവര് 30 days കണ്ടിന്യൂസ് ഇത് ചെയ്തിട്ട് പ്രഭുപാദ് 30 days അതിൽ നിന്ന് ഒരു തരി പോലും കഴിച്ചില്ല. അപ്പം 30th ഡേയില് ഒരു നിർജ്ജല ഏകാദശിയായിരുന്നു. അപ്പൊ ഈ ഉപേന്ദ്രപ്രഭുവും ഗൗരിദാസ് ഉപേന്ദ്രപ്രഭുവും ഭക്തിചാരു മഹാരാജും അന്ന് ഏകാദശി ഫാസ്റ്റിംഗ് എടുത്തു. ഫാസ്റ്റിംഗ് എടുത്ത് വെള്ളം പോലും കുടിക്കാതെ എടുത്തു നിർജ്ജല ഏകാദശി. അപ്പൊ അദ്ദേഹം നല്ല ചൂട് സമയമായിരുന്നു ആ സമയത്ത്. അപ്പൊ അവർക്ക് ഈവനിങ് ആയപ്പോഴത്തേനും ഒട്ടും പറ്റുന്നില്ലായിരുന്നു വെള്ളം കുടിക്കാൻ. പക്ഷെ അവരെങ്ങനെയും കടിച്ചു പിടിച്ച് ഏകാദശി കംപ്ലീറ്റ് ചെയ്തു. പിറ്റേ ദിവസവും ഈ പ്രസാദമായിട്ട് വന്ന സമയത്ത് പ്രഭുപാദിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേന് പ്രഭുപാദിന്റെ പ്ലേറ്റ് പ്രഭുപാദിന്റെ അടുത്തോട്ട് കാണിച്ച് പ്രഭുപാദ് ഇങ്ങനെ കാണിച്ച് ഡിസ്ട്രിബ്യൂട്ട് എന്ന് കാണിച്ചു. അപ്പം ഉപേന്ദ്ര ഇങ്ങനെ ചോദിച്ചു, പ്രഭുപാദ് ഞങ്ങൾക്ക് ഒരു ദിവസം ഏകാദശി എടുക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഞങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അങ്ങ് 30 ദിവസമായിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രമാണ് കുടിച്ചിട്ടുള്ളത്, ഒരു തരി ഭക്ഷണം പോലും അങ്ങ് കഴിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. ഉടനെ പ്രഭുപാദ് ആ സമയത്ത് സംസാരിച്ചു. വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളായിരുന്നു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ദിസ് പ്രൂവ് ദാറ്റ് ബോഡി ഈസ് നോട്ട് സോൾ ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ബോഡി, ആക്ച്വലി ബോഡി സസ്റ്റെയിൻസ് ഓൺ സോൾ എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. ശരീരം എന്ന് പറയുന്നത് ആത്മാവിനെ ആസ്പദമാക്കിയാണ് അത് നിലനിൽക്കുന്നത്, അല്ലാതെ ആത്മാവ് ശരീരത്തിനെ ആസ്പദമാക്കിയല്ല നിൽക്കുന്നത്. ഇത് നിനക്ക് ഇത് മനസ്സിലായോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഈ ഇൻസ്റ്റൻസ് ഗൗരിദാസ് പണ്ഡിറ്റ് അദ്ദേഹം തന്റെ സാക്ഷാത്കാരമായിട്ട് പറയാണ്, പ്രഭുപാദ് തന്റെ ആ ഒരു ഏറ്റവും ക്രിട്ടിക്കൽ സമയത്തിനെയും തന്റെ ശിഷ്യന്മാർക്ക് ഒരു ആത്മാവിന്റെ സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്തു. പക്ഷെ അതേപോലെ തന്നെ ആ ശിഷ്യന്മാരും പ്രഭുപാദ് 30 ദിവസമായിട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് ഉണ്ടാക്കിയ എല്ലാ ദിവസവും കുറച്ച് ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചില്ല. ആത്മീയ ഗുരുവിനുള്ള സ്നേഹം കാരണം ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും അവർ എലാബറേറ്റ് ആയിട്ട് ഫീസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇതിൽ നമുക്ക് ആ ഗുരുവിന്റെയും ശിഷ്യന്മാരുടെയും സ്നേഹബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത് ഇങ്ങനെ അതിനകത്ത് പറയുന്നു.